നമസ്കാരം. ഭഗവാനുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് ഭഗവാന്റെ 2 വിശേഷപ്പെട്ട ചിത്രങ്ങളാകുന്നു. ഈ ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ചില സത്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുകയും വരും മണിക്കൂറുകളിൽ തന്നെ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കൂ. ഏവരും ഭഗവാന്റെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഭഗവാന്റെ വിശേഷപ്പെട്ട നാമങ്ങളിൽ ഒരു നാമം തിരഞ്ഞെടുക്കൂ. ഒരു നാമം കമന്റായി രേഖപ്പെടുത്തൂ. ഭഗവാന്റെ ആദ്യത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ടോ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടോ നിങ്ങളിലുള്ള ആ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്ന ഒരു സാഹചര്യം, അതിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. അതേപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സമയം തന്നെയാണ് ഉള്ളത്. ഒരുപാട് അവസരങ്ങൾ വന്നു ചേരുന്ന, അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് അർഹമായ ചില കാര്യങ്ങൾ കടന്നു വരുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്താലും അത് എന്ത് തന്നെയാണ് എങ്കിലും അനുകൂലമാകുവാനുള്ള സാധ്യതകൾ തുലോം കൂടുതലാണ് എന്ന് കാണുന്നു. ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും അനുകൂല സാഹചര്യങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യതകൾ തുലോം കൂടുതലാണ് എന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. നിങ്ങൾക്ക് മുൻപിലുള്ള തടസ്സങ്ങൾ അത് തരണം ചെയ്യാനോ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ, തടസ്സങ്ങൾ മറികടന്ന് മുന്നോട്ട് പോകുവാനുള്ള ഒരു സാഹചര്യം അനുകൂലമാകുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. തടസ്സങ്ങളാൽ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു പോരുന്ന നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു മാറ്റം അനുഭവഭേദ്യമാകുന്ന സാഹചര്യം തന്നെയാണ് മുൻപിലുള്ളത്. നിങ്ങളുടെ മനസ്സിൽ എന്ത് കാര്യമാണോ നടക്കുവാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊരു കാര്യമാണോ നടക്കുവാനായി നിങ്ങൾ വളരെയധികം പരിശ്രമിക്കുന്നത്, ആ കാര്യം നടക്കുവാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി ഭഗവാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അത് നടക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് അനുകൂലമായി തീരാം. ചില വഴികൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുകയോ ചില തടസ്സങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുകയോ ചെയ്യാം. ആരാണോ ഈ കാര്യങ്ങളിൽ തടസ്സം നിൽക്കുന്നത്, അത്തരം വ്യക്തികളെ മനസ്സിലാക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടതായ ഇത്തരം കാര്യങ്ങൾ, ആ സത്യം മറനീക്കി പുറത്തു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ജീവിതത്തിലുള്ളത്. അത് നിങ്ങൾക്ക് അനുഭവഭേദ്യമാകുന്ന സാഹചര്യത്തിലേക്ക് പ്രവേശിക്കാനായി പോകുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളിലേക്ക് ഈശ്വരാനുഗ്രഹം കടന്നു വരുന്നു, അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്, നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ സമയം ഏതൊരു കാര്യത്തിനും പരിശ്രമിക്കാനായിട്ടുള്ള മനസ്സും ശക്തിയും ഭഗവാൻ തന്നെ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈശ്വരാനുഗ്രഹത്താൽ ആ കാര്യങ്ങൾ എത്തിച്ചേരുന്നു എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം വേഗത്തിൽ നടന്നു കിട്ടുവാനുള്ള സാധ്യതയും വളരെ അധികമായി തന്നെ, കൂടുതലായി തന്നെ ഇവിടെ കാണുവാനായി സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന ചില കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളോ അനുകൂലമായി തീരാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. നിങ്ങളുടെ ധനപരമായ സ്രോതസ്സുകൾ അത് കൂടുതൽ അനുകൂലമായി തീരുകയോ, ധനപരമായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അത് അകന്ന് നിങ്ങളിൽ നിന്നും മാറിപ്പോകുവാനോ സാധ്യത കൂടുതലാണ്.
അവസരങ്ങൾ കടന്നു വരുന്നതായി കാണുവാനായി സാധിക്കുന്നു. ഈ സമയം ഏതെല്ലാം കാര്യങ്ങളിൽ കൃത്യമായി അവസരങ്ങൾ വിനിയോഗിക്കണം എന്ന വ്യക്തമായ ബോധ്യം നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്ന സമയം തന്നെയാണ് മുൻപിലുള്ളത്. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യാം. തീർച്ചയായും ഈ സമയം ധൈര്യത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. കാര്യങ്ങൾ നിങ്ങളിലേക്ക് അനുകൂലമായി വന്നു ചേരാം. എന്നാൽ ഈ സമയം വന്നു ചേരുന്ന അവസരങ്ങൾ കൃത്യമായി വിനിയോഗിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങണം. ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ചില തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ് അത് നിങ്ങൾക്കുണ്ട് എന്നത് വാസ്തവമാണ്. ആ തയ്യാറെടുപ്പുകൾ നിങ്ങൾക്ക് കൃത്യമായി നടത്തുവാനും ചില തീരുമാനങ്ങൾ എടുക്കുവാനും സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. അതായത് കൃത്യമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാനും എന്താണോ നിങ്ങൾക്ക് അനിവാര്യമായത് അത് നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചില പ്രതിസന്ധികളും ആശങ്കകളും നിങ്ങൾക്കുണ്ട്. എന്താണോ സത്യം അത് പലപ്പോഴും മനസ്സിലാക്കാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വീഴ്ചയാണ്. എന്നാൽ പിന്നീടായിരിക്കും പല കാര്യങ്ങളും മനസ്സിലാക്കി അബദ്ധം പിണഞ്ഞു എന്ന് മനസ്സിലാക്കുക. അത്തരം ചില കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുവാനും സത്യം എന്തോ അത് മനസ്സിലാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ചില കാര്യങ്ങളിലൊക്കെ സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അധികം സമയം നിൽക്കാത്തതായ സാഹചര്യം അല്ലെങ്കിൽ സന്തോഷം നിലനിൽക്കാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കാം. ഈ സമയം സന്തോഷം പെട്ടെന്ന് ഇല്ലാതാകുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അതിൽ മാറ്റങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. സന്തോഷം നിലനിൽക്കുന്നതായ സാഹചര്യം ജീവിതത്തിലേക്ക് വന്നു ചേരാം. സന്തോഷവും സങ്കടവുമെല്ലാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത സമയത്താണ് കടന്ന് വരാറുള്ളത്. അതിനാൽ തന്നെ സന്തോഷവും സങ്കടവുമെല്ലാം നിങ്ങൾക്ക് തരണം ചെയ്യാനോ പിടിച്ചു നിർത്തുവാനോ സാധിക്കുന്ന ഒരു സാഹചര്യം കടന്നു വരാവുന്നതാണ്. ഈ സമയം നിങ്ങളിലെ ആ ദുഃഖം മാറുവാനായി അല്ലെങ്കിൽ ഈശ്വരനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു എന്നതും വാസ്തവമാണ്. ഭഗവാൻ ആ പ്രാർത്ഥന മനസ്സിലാക്കി അനുകൂല കാര്യങ്ങൾ സന്തോഷിക്കാനുള്ള ചില കാര്യങ്ങളെങ്കിലും വരും ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് വന്നു ചേരാം. ഈ സമയം പല കാര്യങ്ങളിലും സത്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില വ്യക്തികളുടെ സ്വഭാവം, ചില വ്യക്തികൾ നിങ്ങൾക്കെതിരായി നിൽക്കുന്ന വ്യക്തികളെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇത്രയും നാൾ മൂടി വച്ചിരിക്കുന്നതായ ചില രഹസ്യങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്നതായ സാഹചര്യം പോലും ഉണ്ടായി എന്ന് വരാം. ഈ സമയം മനസ്സിലുള്ള പല ചോദ്യങ്ങൾക്കും ഭഗവാൻ കൃത്യമായ ഉത്തരം നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വന്ന് ചേരുന്ന സാഹചര്യമുണ്ട്. വലിയൊരു സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു മനോബലം ഇവിടെ വന്ന് ചേരുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. ധൈര്യം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട്. അത് തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ഈ സമയം നിങ്ങൾക്ക് ദുർബലമായ നിങ്ങളുടെ മനസ്സിനെ ശക്തമാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരാം. ഈ സമയം പെട്ടെന്ന് വിഷമിക്കുന്നവർ എന്നും സഹിക്കാൻ മനസ്സില്ലാത്ത വ്യക്തികൾ അത്തരം ചില കാര്യങ്ങൾ പലരും നിങ്ങളെക്കുറിച്ച് പറയുന്നു എങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചും മനസ്സിൽ വളരെയധികം ടെൻഷനുള്ള വ്യക്തികൾ കൂടിയായിരിക്കാം നിങ്ങൾ. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പോലും അത്തരം കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും മനസ്സിൽ ചിന്തിച്ച് ആ കാര്യങ്ങൾ വലുതാക്കുകയോ അല്ലെങ്കിൽ മനസമാധാനം നഷ്ടപ്പെടുന്ന സാഹചര്യം പോലുമുണ്ട്. ഉറക്കം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത് എന്ന് പറയാം. അതിലൊരു മാറ്റം ആഗ്രഹിക്കുന്നു എങ്കിൽ അത് സാധിക്കാവുന്ന സാഹചര്യം വന്നു ചേരാം. ഈ സമയം നിങ്ങളിൽ പലരും അത്തരത്തിൽ ഒരു എനർജിയുള്ള വ്യക്തികളായിരിക്കാം. എന്നാൽ ചില മാറ്റങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം രൂപപ്പെടാവുന്നതാണ്. ഈ സമയം വലിയ മാനസിക ആഘാതം തന്നെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. അതിൽ നിന്നെല്ലാം കുറേയൊക്കെ പുറത്തു കടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ പൂർണ്ണമായും മറക്കാൻ സാധിക്കാത്ത ഓർമ്മകൾ മനസ്സിലുണ്ടാകാം.
അവയെല്ലാം ഒരു വിങ്ങലായി മനസ്സിൽ സൂക്ഷിക്കുന്നു, അവശേഷിക്കുന്നു എന്നതാണ് വാസ്തവം. ഈ സമയം ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്കുണ്ട്. അത് കൃത്യമായി വിനിയോഗിച്ച് ഈ സമയം മുന്നോട്ട് തന്നെ പോകണം.